ഫ്രണ്ട്സ്, നല്ല സണ്ണി ഡേ ആണ്. അപ്പോൾ നമ്മൾ കുഞ്ഞൂസിനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ദേ നോക്കിയേ, കുഞ്ഞൂസിന് ഇന്ന് ഫുൾ ഡേ കെയർ. അപ്പോൾ 6 മണി വരെ ടൈമുണ്ട്. ഓൾമോസ്റ്റ് 5:45. അപ്പോൾ നമ്മളിതെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ. ഇനിയിപ്പോൾ കുഞ്ഞൂസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ സർപ്രൈസായിട്ട് ഇത് കാണിക്കും കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് നല്ല സണ്ണാണ്. അപ്പോഴത്തേക്കും നമുക്കിതുപോലുള്ള നല്ല നല്ല ഐറ്റംസ് സ്മിത്തിലൊക്കെ വരും. ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. ചീപ്പ് ഇൻ ദ സെൻസ് അങ്ങനെയല്ല, 60 യൂറോയാണ് ഈ സെറ്റിന്. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു ഇലക്ട്രിക് പമ്പ് കൂടെ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ട് വാങ്ങണം കേട്ടോ. കാരണം അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് വീർപ്പിക്കാം. പിന്നെ നമ്മുടെ ഒരു ഇതിൽ ഇത് ഈ ഒരു സമ്മറിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ വലുതായിട്ട് പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരു സാധനം വാങ്ങിയിട്ട്, പക്ഷേ അതിപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ പിന്നെ എടുത്തില്ല, അത് തപ്പിപ്പിടിച്ചെടുക്കണം. അത് മിക്കവാറും ഇതൊക്കെ ഒരു സമ്മറിലേക്കേ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും കൊള്ളാം കേട്ടോ. ഞാനപ്പം കുഞ്ഞൂസിനെ വിളിച്ചുകൊണ്ട് വരാൻ പോവാം. വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കുഞ്ഞൂസിൻ്റെ എക്സ്പ്രഷൻ നോക്കാം കേട്ടോ. സർപ്രൈസാണ് കുഞ്ഞൂസിന്. അപ്പം എന്നിട്ട് കുറച്ച് നേരം കുഞ്ഞൂസ് സണ്ണിൽ കളിക്കുവാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പം 6 മണി ആവാറായി. പക്ഷേ സ്റ്റിൽ നമുക്ക് നല്ല ചൂടുള്ള സണ്ണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയെല്ലാം നല്ല സണ്ണായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വരാം. വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുഞ്ഞൂസിൻ്റെ അടുത്ത് സർപ്രൈസായിട്ട് ഇത് കാണിച്ച് നോക്കാം. കുഞ്ഞൂസിന് വീട്ടിലൊരു ബിഗ് സർപ്രൈസ് ഉണ്ട്. വാ, വണ്ടി കയറി. വാ, കൊള്ളാലോ. എന്ത് വരച്ചത് കാണിച്ചേ, നോക്കട്ടെ. കൊള്ളാലോ. അയ്യോ, താഴെ പോയി. ഡാഡിയുടെ കയ്യിൽ ഫുള്ളാകണ്ടോ? ഇങ്ങോട്ടാ. ഓക്കെ, ആണോ? മമ്മിയുണ്ടോ അതിനകത്ത്? വാ, സർപ്രൈസ് വേണോ? ബീസിന് വരച്ച് ബംബിൾ ബി. ഈ പിടിക്കാൻ സ്ഥലമില്ല, വന്നേ കേറാകത്ത്. കേറടി. ഓപ്പൺ ചെയ്യട്ടെ? ഓപ്പൺ യുവർ ഐസ്. എന്തോ എന്താ കുഞ്ഞത്? വെള്ളത്തിൽ കളിക്കുന്നയാ? വാ, ഡ്രസ്സൊക്കെ മാറ്. ഇഷ്ടപ്പെട്ടു? കൊള്ളാം. ഇഷ്ടപ്പെട്ടു? ഹാപ്പി? വാ, ഡ്രസ്സൊക്കെ മാറ്. വാട്ടർ ഓൺ ചെയ്യ്. ഇതില് കളിക്കുന്നതാ അതോ ഇതുണ്ടോ? അതിനോടെ കയ്യിൽ ഇങ്ങനെ വെക്കണം. ഓള് കണ്ടോ? ഇത് നോക്ക്. സ്ലൈഡ് ഉണ്ട്, ബോള് കളിക്കുന്ന സ്ലൈഡാ. അത് സെന്ററിൽ. മണ്ണി ചവിട്ടാതെ ഇതുവഴി കയറടി. ഫ്രണ്ട്സ്, കുഞ്ഞൂസിന് ഒരു സ്വിം സ്യൂട്ട് ഉണ്ടായിരുന്നേ. ഞങ്ങളത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത്. അത് 2 to 3 ഇയർ ആയിരുന്നു. അതിപ്പോൾ ചെറുതായിപ്പോയി ഇവക്ക്. കാരണം ഇവളിപ്പം 4 ആയല്ലോ. അപ്പം ഞങ്ങളത് വലിച്ചു കയറ്റാൻ നോക്കിയിട്ട് അത് ഫുള്ളാ കയറുന്നില്ല. അപ്പം ഞങ്ങളൊരു ബനിയനും നിക്കറും ഇട്ട് കൊടുത്തേക്കുവാണേ. സ്വിം സ്യൂട്ട് ഇട്ടിട്ട് നിൽക്കുവാണെങ്കിൽ ഇവർക്ക് അങ്ങനെ തണുക്കത്തില്ല. കാരണം ഇവിടെ വെയിലാണെങ്കിലും വെള്ളത്തിന് ചൂടാണ്. കാരണം ഞങ്ങളിപ്പം വെള്ളത്തിന് തണുപ്പാണ്. കാരണം ഞങ്ങളിപ്പം ഫില്ല് ചെയ്തതേ ഉള്ളൂ. നാളെ ഉച്ചയാകുമ്പം ഈ വെള്ളം പുറത്ത് കിടന്ന് നല്ല ചൂടായിട്ട് കിടക്കും. അപ്പോഴാണ് ശരിക്ക് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ടൈം കേട്ടോ. പക്ഷെ ഞങ്ങളിതായി ചെറിയ വെള്ളം ഇതുവഴി കയറ്റി വിട്ടിട്ടുണ്ട്. ഇതേ നോക്കിയേ, ഇത് കുഞ്ഞൂസിൻ്റെ സ്ലൈഡാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ കുഞ്ഞൂസിന് കളിക്കാം. ഇവിടെ വാട്ടർ കണക്ഷനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി അതിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവരൊരു കണക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അതുവഴി കയറ്റി വിട്ടാൽ വെള്ളം അതുവഴി വരും. വെള്ളം ഓഫ് ചെയ്യണോ കുഞ്ഞു? ആ വെള്ളം ഓഫ് ചെയ്യണോ? എന്നാൽ അത് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും അവളുടെ ദേഹം നനയ്ക്കാൻ അവൾക്ക് വലിയ താല്പര്യമില്ല. ഇവിടെയാണ് നമുക്ക് ഗാർഡൻ പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഞാൻ കണക്ഷൻ എടുത്തേക്കുന്നത്. സ്ലൈഡ് നോക്കിയേ, കാണിച്ചേ സ്ലൈഡ്. എങ്ങനെയാടി സ്ലൈഡ് വരുന്നത്? ഇനി ഇല്ല, ഇനി വെള്ളം വരത്തില്ല. ഡൈനോ ഒക്കെ സ്വിം ചെയ്യുന്നു. കുഞ്ഞു സ്ലൈഡാ. ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ രസമാണ് ഇവക്ക്. ആ
കളിക്കാം. മണിക്കുട്ടി പോപ്പി അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ഫ്രണ്ട്സ്. അപ്പം കുഞ്ഞൂസ് കുറച്ച് നേരം ഇതിൽ നിന്ന് കളിക്കുവാണേ. ലിൻസിക്ക് ഇന്ന് നൈറ്റ് ഉണ്ട്. അപ്പം നിനക്ക് നാളെയൊക്കെ വന്നിട്ട് ഇവിടെ ഇതിനകത്ത് ഇരുത്താം. നാളെയൊക്കെ വെതർ മാറി റെയിനാ കാണിക്കുന്നത്. പക്ഷെ ചെറിയ കുറച്ച് റെയിനേ ഉള്ളൂ. നമ്മളെന്തായാലും ഇതിപ്പോ എടുക്കത്തില്ല, ഇതിപ്പോ തന്നെ ഇങ്ങനെ വെച്ചേക്കുമായിരിക്കും. എന്നിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിടന്നോളും. നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ എടുത്താൽ മതി. ഇത് ഈ സമ്മറിന് നമ്മൾ എന്തായാലും ഇങ്ങനെ വെച്ചേക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വൺ ടൈം അല്ല, അതിനെക്കാട്ടി നിൽക്കും. പക്ഷെ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷനിൽ വൺ ടൈം ഒക്കെ ചാൻസ് ഉള്ളൂ. കാരണം ഒരു ചെറിയൊരു ഹോള് വീണാൽ തന്നെ അത് ഫുള്ള് നശിച്ചു പോവേ. പക്ഷെ ഒരു നേരം ഉപയോഗിക്കാം, ഒരു സമ്മറിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനത്തതൊക്കെയാണ് എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ഈ സമ്മറിന് ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടും. 30 യൂറോയുടെ ഉണ്ട്, 40 യൂറോയുടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ചെറിയൊരു സാധനം വാങ്ങിയത്, ഒരു ചെറിയ ബോൾ പിറ്റ് പോലത്തെ ഒരു സാധനം. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടെ വലുത് വാങ്ങി കേട്ടോ. പിന്നെ ഓരോ സമ്മറിനും ഓരോന്ന് വാങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ പിള്ളേർക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് വരുമ്പോൾ സ്മിത്തിലുണ്ട് കേട്ടോ. പക്ഷെ അതിൽ എനിക്ക് ഇച്ചിരി കൂടെ അട്രാക്റ്റീവും കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഉള്ളതാണ് ഇത്. പിന്നെ വേറെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞൂസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, എടി എങ്ങനെയുണ്ട് കുഞ്ഞു, കൊള്ളാവോ? കുഞ്ഞൂസ് ജാടയാണ്, ഇനി സ്പ്ലാഷ് ചെയ്യുക വെള്ളം. നിന്റെ ഡൈന അവിടെ കിടന്ന് കറങ്ങുന്നു കാറ്റത്ത്, നോക്ക്. കുഞ്ഞൂസിന് ഇതിൽ കളിക്കുന്നെങ്കിലും കുഞ്ഞൂസ് ചെറിയ ബഗ്ഗുകളൊക്കെയാണ് സ്പോട്ട് ചെയ്യുന്നത്. കുഞ്ഞൂസിന് ഈ ചെറിയ ബഗ്ഗുകളും ഉറുമ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെള്ളത്തിൽ വീഴുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം ഇവിടെ പിന്നെ ഒരു കുഴിയുണ്ടേ, ഇത് കളയാൻ വേണ്ടി നമ്മളിത് എടുത്ത് മറിക്കണ്ട. ആ ഹോള് നമ്മൾ ഓപ്പൺ ആക്കിയാൽ വെള്ളമെല്ലാം അങ്ങ് പൊയ്ക്കോളും. ഇങ്ങനെ പുറത്ത് കുറേ നാൾ വെച്ചിരുന്നാലും ഇതിനകത്തെല്ലാം ഈ ഈച്ചകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ പായൽ പിടിക്കും. പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ വന്ന് വീഴും. അപ്പം പ്രാണികളൊക്കെ കിടക്കുവാണ്, ഇപ്പോൾ ബീസൊക്കെ വന്ന് കിടക്കുവാണെങ്കിൽ തന്നെ കുഞ്ഞൂസിന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വിടണം. കുഞ്ഞൂസ് ഇവിടെ ജനിച്ചുകൊണ്ട് ഇവക്ക് ഈ ബഗ്ഗുകളെയൊക്കെ ഭയങ്കര മടുപ്പാണ്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഇറങ്ങാനും. അങ്ങനെയുള്ള അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അതിനെ തൊടത്തുമില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അതെടുത്ത് മാറ്റിയിട്ട് ഇറങ്ങത്തുള്ളൂ. അങ്ങനത്തെയൊക്കെ ഇതാണ് ഇവിടുത്തെ. എനിക്കൊന്ന് ഇവിടെ അങ്ങനെ അധികം ബഗ്ഗുകളെയും ഇതൊന്നും കാണുന്നില്ലല്ലോ ഇവർ, അതുകൊണ്ടായിരിക്കും. ഇനി ഇവളെ എൻജോയ് ചെയ്യട്ടെ. കൊള്ളാം, എന്തായാലും നല്ല രസമുണ്ട്. ഫ്രണ്ട്സ്, കുഞ്ഞൂസിന് നമ്മളൊരു സ്വിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ കുഞ്ഞൂസിൻ്റെ പരിപാടി കണ്ടോ, ഇങ്ങോട്ട് നോക്കടി. സ്വിങ്ങിൻ്റെ ഈ ടൈപ്പ് സ്വിങ്ങാണ് കേട്ടോ. ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് എത്ര രൂപയായിരുന്നു നമ്മൾ വാങ്ങിയത്? 79 യൂറോയ്ക്ക് നമ്മൾ ലിഡിലിൽ നിന്ന് വാങ്ങിയതാണേ. നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. കൊള്ളാം. ഇത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇച്ചിരി ടൈം എടുക്കും. LNGയും പിന്നെ ഒരു സ്പാനറിൻ്റെ പോലത്തെ ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ ഞാൻ ഒരു വർക്ക് ടേബിളും വാങ്ങിയായിരുന്നേ. ഇങ്ങനെ വർക്ക് ടേബിള്, അത് 15 യൂറോ എങ്ങാണ്ട്. അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്വിങ് ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ. കുഞ്ഞൂസിന് അവിടെ വെച്ച് കൊടുത്തു. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. 240 kg വരെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യും. ജസ്റ്റ് അങ്ങനെ റിലാക്സ് ചെയ്ത് സ്വിങ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കാറ്റ് വരുമ്പം നമ്മൾ ആ മുകളിലിരിക്കുന്ന ആ ഒരു തുണിയും, പിന്നെ ഇതൊരു പില്ലോ പോലത്തെ ഒരു സാധനമാണ്.
ഈ ഐറ്റം ഇത് നമുക്കെടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഈ ഐറ്റം ഉണ്ടോ ഉണ്ടോ, ഇത് മാറ്റാൻ പറ്റും. അപ്പം കാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. അതുകൊണ്ട് വലിയ കുഴപ്പം വരാൻ ചാൻസ് ഇല്ല. മെയിനായിട്ട് വിൻ്ററിൽ നമ്മളിത് ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് ഈ തുണികളങ്ങ് എടുത്ത് മാറ്റി വെക്കുന്നത് എപ്പോഴും നല്ലത്, ലോങ് ലാസ്റ്റിങ്ങിന്. പിന്നെ ഇതിൻ്റെ കുടത്തുണി പോലത്തെ ഐറ്റം എന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 80 യൂറോയ്ക്ക് ലാഭം അല്ലേ? നമ്മൾ 80 യൂറോയ്ക്കാണ് വാങ്ങിയെന്ന് വെച്ചാൽ 79 യൂറോ. കുഞ്ഞൂസ് കഴിച്ചതൊക്കെ മുഖത്തിരിക്കുക. എന്തുവാടി കഴിച്ചത് കുഞ്ഞു? ഇത് ഒത്തിരി ഫാസ്റ്റായിട്ട് സ്വിങ് ചെയ്യുന്നതല്ല, റിലാക്സ് ചെയ്ത് സ്വിങ് ചെയ്തതാണേ കേട്ടോ. അപ്പം കുഞ്ഞൂസിന് ഇവിടെ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം നമുക്കിങ്ങനെ ഇരുന്ന് പുറത്തൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ ആടി എൻജോയ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ബാർബിക്യൂ ഒക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. കൊള്ളാവോ കുഞ്ഞു? കൊള്ളാവോ ഇടി? കൊള്ളാവോ? കൊള്ളാം. ദേ കുഞ്ഞൂസിന് അന്ന് ഉണ്ടാക്കി കൊടുത്തത് ഇപ്പം കണ്ടോ, ഇതിനകത്ത് വെള്ളത്തിലെല്ലാം പൊടി വീണു. ഇനിയിപ്പോൾ കളിക്കാൻ നേരം ഇടയ്ക്ക് ഒരു മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പൊടിയായിട്ട് കിടക്കും. ഇനിയിപ്പോൾ കളിക്കാൻ നേരം ഈ വെള്ളമെല്ലാം എംപ്റ്റി ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വെള്ളം വാഷ് ചെയ്തിട്ട് കൊടുക്കണം. ഇടയ്ക്ക് മഴ പെയ്തിട്ട് ആ മഴവെള്ളം കൂടെ ചേർന്ന് കിടക്കുവാണേ.